രാജ്കുമാർ, കൊല്ലത്തെ സംബന്ധിച്ചും ഇങ്ങനെ തന്നെയാണ്. കാരണം കഴിഞ്ഞ വർഷങ്ങളിലെ തെരഞ്ഞെടുപ്പ് പോലെയല്ല, വലിയ രീതിയിൽ വ്യത്യാസമുണ്ട്, വിവാദങ്ങൾ ഉയരുന്നുണ്ട് യു ഡി എഫിനെയും ബി ജെ പിയുമൊക്കെ സംബന്ധിച്ചിടത്തോളം. നമുക്കറിയാം, കഴിഞ്ഞ രാത്രിയിൽ പോലും അത്തരത്തിലുള്ള ഒരു കാര്യം നമ്മൾ കണ്ടതാണ്. പണം കൊടുത്തുകൊണ്ട് വോട്ടർമാരെ സ്വാധീനിക്കാനുള്ള ശ്രമമടക്കം കൊല്ലത്ത് നടന്നിട്ടുണ്ടായിരുന്നു. അത്തരത്തിൽ രാഷ്ട്രീയമായി പല കളികളും പല നാടകങ്ങളും യു ഡി എഫിൻ്റെയും എൻ ഡി എയുടെയും ഒക്കെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുള്ള ഒരു തെരഞ്ഞെടുപ്പ് ഘട്ടം, ഒരു കാലം കൂടിയാണിപ്പോൾ മുന്നിലുള്ളത്. എങ്ങനെയാണ് അവിടെ രാജ്കുമാർ നിൽക്കുന്ന സ്ഥലത്ത് എങ്ങനെയാണ് ഇപ്പോൾ വോട്ടെടുപ്പിന് വേണ്ട എല്ലാ ക്രമീകരണങ്ങളും പൂർത്തിയായിരിക്കുന്നു എന്ന് മനസ്സിലാക്കുന്നുണ്ട്, ഉദ്യോഗസ്ഥരൊക്കെ എത്തിയിട്ടുണ്ട്. രാജ്കുമാർ, വിവരങ്ങൾ. ഞാനെൻ്റെ ഈ മാധ്യമപ്രവർത്തനം തുടങ്ങിയതിപ്പോൾ എത്രയോ എണ്ണം അറിയില്ല. അത്രയും തെരഞ്ഞെടുപ്പുകളിൽ ആദ്യമായി നമ്മൾ വന്ന് ഇവിടെ ലൈവ് ചെയ്യുകയോ അല്ലെങ്കിൽ ഷൂട്ട് ചെയ്യുന്ന സ്ഥലം തന്നെയാണ് കൊല്ലം ഗവൺമെൻറ് ഗേൾസ് ഹൈസ്കൂളിലെ 3-ാം നമ്പർ ബൂത്തിലെ ദൃശ്യങ്ങളാണ് നമ്മൾ നേരത്തെ കാണിച്ചത്. മോക്ക് ഡ്രില്ലിങ്, മോക്ക് പോളിങ് കൃത്യമായി തന്നെ വളരെ സക്സസ്ഫുള്ളായിരുന്നു. എല്ലാവരും ഇക്കാര്യത്തിൽ സംതൃപ്തരാണ്. അതേസമയം സൂചിപ്പിച്ചതുപോലെ കൊല്ലം ജില്ലയെ സംബന്ധിച്ച് എന്നും ഒരു ഇടതുപക്ഷത്തോട് ചേർന്ന് നിൽക്കുന്ന പരമ്പരാഗത തൊഴിലാളികളുടെ ഒരു ഈറ്റെല്ലാം കൂടിയാണ്. അതുകൊണ്ട് തന്നെ ചുവപ്പ് എന്ന് പറയുന്നത് എല്ലാവർക്കും വലിയ ഇഷ്ടമാണ്. അതുകൊണ്ട് ഇത്തവണയും അത് അങ്ങനെ തന്നെ ആകാൻ സാധ്യതയുണ്ടെന്ന് ഇടതുമുന്നണി അവകാശപ്പെടുന്നു. അതേസമയം ആ കോട്ട തകർക്കുമെന്ന് UDF പറയുന്നു. ഇതൊന്നുമല്ല, മാറ്റം വേണം, പിടിച്ചെടുക്കുമെന്ന് BJP പറയുന്നു. ഈ നിലയിലൊരു പ്രചരണം നടക്കുമ്പോഴാണ് ഇപ്പോൾ കൊല്ലം ജില്ലയിൽ തന്നെ തലവൂർ പഞ്ചായത്തിൽ നമ്മൾ ഇന്നലെ രാത്രി 11:50 12 മണിക്കൊക്കെ നമ്മൾ ഈ വിവരങ്ങൾ പുറത്തുവിടുകയാണ്. അവിടെ ഈ പണം നൽകി ഒരു വോട്ടറെ സ്വാധീനിക്കാൻ ശ്രമിക്കുന്നത് ആദ്യം ഫോണിൽ വിളിച്ചു പറയുന്നു, പിന്നീട് വീട്ടിലേക്ക് വിളിച്ചു വരുത്തുന്നു. എന്നിട്ട് ആ സമയത്ത് വോട്ടർ അത് പണം വാങ്ങാൻ തയ്യാറാകുന്നില്ല, അദ്ദേഹം അത് നിരസിച്ചു. വോട്ടല്ലേ, അത് ഞാൻ നോക്കിക്കോളാം എന്ന് പറഞ്ഞ് അദ്ദേഹം മടങ്ങുകയാണ് ചെയ്തത്. ഇദ്ദേഹത്തെ ഫോണിൽ വിളിച്ച് പറഞ്ഞപ്പോൾ തന്നെ അദ്ദേഹം അത് സുഹൃത്തിനോട് പറഞ്ഞു. അങ്ങനെയാണ് സുഹൃത്ത് മാറി നിന്ന് ഈ രംഗങ്ങൾ ചിത്രീകരിക്കാൻ അവർക്ക് കഴിഞ്ഞത്, ഇവർ വോട്ട്. അപ്പോൾ ഇതിന് മുമ്പ് അവിടെ UDFിൻ്റെ തന്നെ സിറ്റിംഗ് സീറ്റ് കൂടിയാണ്. ആ സീറ്റ് നഷ്ടപ്പെടുമോ എന്നുള്ള ഭീതിയിലാണ് ഈ പറഞ്ഞ ഇവിടുത്തെ വാർഡ് മെമ്പർ അവിടുത്തെ ഈ സ്ഥാനാർത്ഥി ഇങ്ങനെ ചെയ്തു എന്നൊക്കെയാണ് ആരോപണം. അത് ഒരു ഭാഗത്ത്. അതേസമയം തന്നെ ഇതിൽ ഒരു സ്കൂളിനെ തന്നെ ദുരുപയോഗം ചെയ്യുന്നത് നമ്മൾ കണ്ടു. അവിടെ UDFിൻ്റെ സ്ഥാനാർത്ഥിയ സ്കൂളിൻ്റെ പ്രിൻസിപ്പാളാണ്. ആ പ്രിൻസിപ്പാളിന് വേണ്ടി HM അധ്യാപകരോട് ആ സ്കൂളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികളൊക്കെ ഏത് രാഷ്ട്രീയത്തിൽപ്പെട്ടവരാണ്, ആർക്കൊക്കെ നമുക്ക് അനുകൂലമായി നമുക്ക് വോട്ട് ചെയ്യും, അതിൻ്റെ കണക്കെടുപ്പ് വേണമെന്നുള്ളൊരു വിചിത്രമായ ഒരു ആവശ്യം ആ സ്കൂളിനെ മിസ്യൂസ് ചെയ്യുകയായിരുന്നു ഇലക്ഷനിൽ. അങ്ങനെ ഒരു സംഭവം നമ്മൾ കണ്ടു. അതുപോലെ ഇന്നലെ രാത്രി DYFI പ്രവർത്തകനെ RSSകാർ ആക്രമിച്ച ഒരു സംഭവം കൂടി ഉണ്ടായിരുന്നു. അദ്ദേഹം ആദ്യം കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയിലും അഖിലിനെ പിന്നീട് കൊല്ലം ജില്ലാ ആശുപത്രിയിലും ഇപ്പോൾ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ നിലയിലൊക്കെയാണ് UDFിൻ്റെയും NDAയുടെയൊക്കെ ഒരു പ്രചരണ രീതി എന്ന് പറയുന്ന ആക്രമണവും പണവും ധാരാളം. ഈ കുറി തെരഞ്ഞെടുപ്പിൽ പണത്തിൻ്റെ ഒരു കുത്തൊഴുക്ക് തന്നെ ഉണ്ടായിട്ടുണ്ട്. അത് പ്രത്യേകിച്ച് NDA ക്യാമ്പിലും UDF ക്യാമ്പിൽ ഭരണമില്ലാതിരുന്നിട്ടും ഇത്രയേറെ പണം അവർക്ക് എങ്ങനെ ഒഴുക്കാൻ പറ്റി എന്നുള്ളത് ഇടതുമുന്നണി ആശ്ചര്യത്തോടെ ചോദിക്കുകയും ചെയ്യുന്നുണ്ട്. അതേസമയം കൊല്ലം ജില്ലയെ സംബന്ധിച്ചിട്ടാണെങ്കിൽ നിലവിലുള്ള പഞ്ചായത്ത് 68 പഞ്ചായത്തിൽ 43 പഞ്ചായത്ത് ഇടതുമുന്നണി ഒപ്പമായിരുന്നു. ജില്ലാ പഞ്ചായത്ത് ഡിവിഷൻ, അത് ജില്ലാ പഞ്ചായത്ത് മുഴുവനും LDFിനായിരുന്നു. അതിൽ 26 സീറ്റിൽ 23 LDFിനായിരുന്നു. ബ്ലോക്ക് പഞ്ചായത്ത് 11 ബ്ലോക്ക് പഞ്ചായത്തിൽ 10 LDFിൻ്റെ പക്ഷത്തുണ്ടായിരുന്നു. അതുപോലെ നഗരസഭകളിൽ 4 3 LDFിൻ്റെ പക്കലായിരുന്നു. അങ്ങനെ കൊല്ലം കോർപ്പറേഷനിൽ 55 ഡിവിഷനിൽ ഏതാണ്ട് 40-ലധികം സീറ്റുകളിൽ LDFിനായിരുന്നു മുൻതൂക്കം. അപ്പോൾ ഇക്കുറിയും അതെല്ലാം അതേപടി നിലനിൽക്കുമെന്നുള്ളൊരു പ്രതീക്ഷയിലും ആ നിലയിലൊക്കെയായിരുന്നു കഴിഞ്ഞ കുറേ നാളുകളായിട്ടുള്ള പ്രചരണം.